സ്വർണ എസ് നായർ ചേട്ടന്റെ ആരാധികയാണ്. ഇന്ത്യയിലെ ഒരു പ്രമുഖ യൂട്യൂബ് വ്ളോഗറുടെ മുൻ കാമുകിയും ചേട്ടന്റെ കാമുകിയാണ് അയച്ചേക്കണേ. അരുതരുത് അജുവേട്ടാ, സരിത ഇതറിയരുത് അജുവേട്ടാ. മുരിങ്ങല പനീർ ഉണ്ടാക്കാലോ നമുക്ക്. പൊളിഞ്ഞാലും പൊളിഞ്ഞിരിക്കും ഞാൻ അത് ഉണ്ടാക്കും. നന്നായി ഫ്രൈ ആക്കിയിട്ട് വെറുതെ തിന്നാൻ സരിത. വഴുതനങ്ങ മാങ്ങാക്കറി. എന്റെ അജുവേട്ടാ, ഒളിപ്പിച്ചു വെച്ച എന്റെ ഈ കത്തെടുത്ത് തുര ഉമ്മ വയ്ക്കുക. സ്വപ്നം കാണാറുണ്ടോ നീ എന്നെ, സ്വപ്നം കാണാറുണ്ടോ? പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഗ്യാസിന് വില കൂടിയായിരുന്നു. ഫുൾ ടൈം ഇപ്പൊ കൂടിയില്ല കഞ്ഞിവെപ്പ്. സരിത അരി കൂറ്റാൻ പോയേക്കാ. ഗ്യാസിന് വില കൂടിയാറല്ല, ഗ്യാസ് കിട്ടാനില്ലാത്ത കാരണം. ഞാൻ വില കൂടിയ കാരണം പറഞ്ഞേ അതെ തെറ്റി. ഗ്യാസിന് വില കൂടി ഇപ്പൊ കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ട് കൊറേ നാളായില്ലേ, ഇതുവരെ വന്നിട്ടില്ലേ? നമ്മളൊരു 10-15 ദിവസമായി ബുക്ക് ചെയ്തിട്ട് വരും. എന്നോ നാളായിട്ട് എത്തുന്നതുകൊണ്ട് അപ്പൊ അരി വെന്തു. അതെ, ഇതുപോലെ പണിതേക്കണ പുകയില്ലാത്ത അടുപ്പില്ലേ, ആ അടുപ്പിനെ മറ്റേ റോക്കറ്റ് അടുപ്പാക്കി കൺവെർട്ട് ചെയ്യാന് ഒരു മെത്തേഡ് നമ്മുടെ ശാന്തേട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അത് ഷൂട്ട് ചെയ്യാൻ വന്നോ എന്ന് പറഞ്ഞിട്ട് ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാനൊരു കണ്ടന്റ് തരാം. ആളുടെ വീട്ടില് ഉണ്ടാക്കിയേക്കണ അടുപ്പില്ലേ, അതിനാള് റോക്കറ്റ് അടുപ്പാക്കി. അപ്പോ എന്നിട്ട് മറ്റേ കാശുണ്ടാ. പക്ഷെ അതെന്തൊരു നമുക്കിപ്പോ എന്തൊരു ആക്കിയിട്ട് കാര്യം വിറകുണ്ടല്ലോ ഇഷ്ടം പോലെ. അല്ല, നമുക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കാണുന്നവർക്ക് ഉപകാരപ്പെടും. അതേ വിറക് വേണ്ട, നന്നായി കത്തും. അങ്ങനെ കൊറേ എനിക്ക് അറിയില്ല. അതിന്റെ ആള് അതൊരു വീഡിയോ എടുത്തത് ആള് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അത് കണ്ടു നോക്കിയിട്ടില്ല എന്തൊരു സംഭവം എന്നുള്ളത്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. എന്നോട് ചോദിക്കുന്നു വേണ്ട. ഞാൻ ചോദിക്കാണ്ട് പിന്നെ എന്താ പറയാളോട്? വരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോണ്ടെന്ന് പറഞ്ഞാലോ? അല്ല ഞാൻ കണ്ടിട്ടില്ലേ. അല്ല, വീഡിയോ ഞാൻ ചേട്ടൻ്റെ കിട്ടുന്നുണ്ടല്ലോ വാട്സാപ്പിൽ. അത് ശരി. അല്ല, ആളുകൾക്ക് പ്രയോജനമുള്ളതാണെങ്കിൽ നല്ല കാര്യമാണ്. നമ്മുടെ ഇരുമ്പുളി നോക്കിയാൽ കംപ്ലീറ്റ് കൊഴിഞ്ഞു. തീ വീണ് കണ്ട കണ്ടമാന് ഇത്തവണ ലോക റെക്കോർഡ് ഇരുമ്പുളി ഉണ്ടായേ. പക്ഷെ ഇതെന്തൊരു ചെയ്യാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കിയേ നിറച്ചാണ്. ഇപ്പൊ നമ്മളെ വിറകടുപ്പ് കത്തിക്കല് കുറച്ച് നാൾ കൂടുതലാ, അപ്പൊ പുക അടിച്ചിട്ടാവും. നന്നായി ഉണ്ടായെന്ന് തോന്നുന്നു. സാരല്ലേ പോട്ടെ. വേറെ എന്ത് സാധനമായാലും നമുക്ക് ഉപയോഗിക്കരുത്, ഇരുമ്പുളി ആയ കാരണം. ഇരുമ്പുളിനെ പണ്ട് പേടിന്റെ നടന്നിട്ട് നമുക്ക് ആർക്കും ഇരുമ്പുളി കഴിക്കുന്നുണ്ട്. ഇരുമ്പുളി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ അത് കഴിഞ്ഞ വേറെ പൊട്ടിച്ചിട്ട് കൂട്ടാൻ വെക്കും. പരിപ്പ് ഇരുമ്പുളി വെക്കും. പിന്നെ കായൽ മീൻ കിട്ടില്ല ഈ സമയത്ത്, കോള് ഇതൊക്കെ പറ്റിയിട്ട് കുറെ വയമ്പ് അങ്ങനത്തെ മീനുകൾ കിട്ടുമ്പോ അതൊക്കെ ഇരുമ്പുളി ഇട്ടിട്ടാ വെക്കുക. പക്ഷെ ഇപ്പൊ ആർക്കും വേണ്ട, നമുക്ക് മാത്രം ഇത് മുഴുവൻ ഉപയോഗിച്ച് തീർക്കാൻ പറ്റൂ. അല്ല, നമുക്കല്ല, കുറച്ചെങ്കിലും ഉപയോഗിക്കുമ്പോൾ ആളുകൾ പറയാ കിഡ്നി പോവും എന്ന് പറയും. കുറച്ചൊക്കെ ഉപയോഗിക്കണോണ്ടൊന്നും കുഴപ്പമില്ല. സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഓരോടന്നെ ഇത് സ്ഥിരം കഴിച്ചാൽ BP പ്രഷർ കുറയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകൾ സ്ഥിരം കഴിച്ചിട്ടൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്. ആളുകൾ ഇപ്പൊ എന്തൊട്ടൊക്കെ കഴിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരാളെന്നെ ഇപ്പൊ ഞാൻ എന്തൊട്ടൊക്കെ കഴിക്കുന്നത് നിനക്ക് പറയാൻ പറ്റും? നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കണത് എന്തൊക്കെയാന്ന് പറയാൻ പറ്റുമോ? ചേട്ടൻ തൊട്ട് പുറത്ത് പോയിട്ട് ചേട്ടൊന്നും കഴിക്കാറില്ല. അല്ല, ഞാൻ പുറത്ത് പോയി കഴിക്കില്ല. അതല്ല ചേട്ടൻ ഇപ്പൊ ചോദിച്ചത് എന്നോട്. ചേട്ടൻ തൊട്ടപ്പ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തിട്ടൊക്കെ കഴിക്കണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റും. നിനക്ക് പറയാൻ പറ്റുമോന്നല്ല ചോദിച്ചേ. ജഗ്ഗു കേട്ടു പറ്റുമോ? ഞാനിപ്പോ എന്തൊക്കെ കഴിക്കണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നാണ് ഞാൻ പറഞ്ഞത്. സമ്മതിച്ചു. അതായത് ഞാൻ പുറത്ത് പോയി കഴിക്കില്ല എന്ന് എനിക്കറിയാം. അറിയാം ഇവിടെ എന്തിട്ടൊക്കെ കഴിക്കണു എനിക്കറിയാം. ആ സമയം ചില ആളുകളുണ്ടെന്ന്, ചില ആളുകള് അവർ വീട്ടിൽ കഴിക്കുന്നതുണ്ടാവും. പിന്നെ ഭാര്യയോടെ മക്കളോടെ ആരോടും പറയാണ്ട് നമ്മൾ പുറത്ത് പോയി കഴിക്കുന്നു കണ്ടമാന സാധനങ്ങൾ. മനസ്സിലായ? അങ്ങനെ അസുഖം വന്നിട്ട് ഈ അതിന്റെ ഇടയില ഈ ഇരുമ്പുളി 1-2 ഒരു ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ടാവും. എന്താ ഇരുമ്പുളി മാത്രം കഴിച്ചിട്ട് ജീവിക്കുന്നവരാരാണുള്ളത്? വല്ലപ്പോഴും കഴിച്ചിട്ട് കെട്ടി പോയിട്ട് അങ്ങനെ പറയും. വല്ലപ്പോഴും കഴിച്ചിട്ടല്ലാന്ന്, സ്ഥിരം കഴിച്ചിട്ട്. സ്ഥിരം ആര് ഇരുമ്പുളി കഴിക്കുന്നത്? സാധനം കഴിക്കാൻ പറ്റുമോ? ഈ സ്ഥിരം ഇരുമ്പുളി ആപാട് കുഞ്ഞു ചാളല് കേട്ടിട്ടുള്ളത് അങ്ങനെ അനുഭവമുള്ളവര്. പിന്നെ കഴിക്കും. പിന്നെ എങ്ങനെ കഴിക്കുന്ന അറിയാം? ഇതുകൊണ്ട് വൈൻ ഉണ്ടാക്കും. വൈൻ ഉണ്ടാക്കിട്ട് തന്നെ ഉണ്ടാക്കാം. എന്നിട്ട് ചേട്ടൻ കുടിക്കില്ല, വല്ലവർക്കും കൊടുക്കും. ആ കുടിച്ചവരൊക്കെ അവസ്ഥ കുപ്പിയടക്കം രാജേട്ട പൂത്തറക്കെല്ലൊക്കെ ഒരു കുപ്പി അവരെല്ലാരും കൂടി അടിക്കുക. അത് വൈനല്ലല്ലോ സാധനം, നല്ല ജ്യൂസ് പോലെ സാധനമാണ്. വൈൻ പുളിച്ചിട്ട് കുടിക്കാൻ പറ്റില്ല സാധനം. ഭയങ്കര ടേസ്റ്റ്. അതുകൊണ്ട്
അതിപ്പോഴൊന്നും അല്ല, എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ്. ശരി, ആളിപ്പോഴും ജീവനോടെ അവിടെ നടക്കണ്ട, അപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. കോളായിട്ട് നടക്കുന്നവർക്ക് അതൊന്നും വലിയ സംഭവമില്ല. ഞാൻ കുടിച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. ഏത് ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ട്, ഇരുമ്പ് പുളി കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇഷ്ടം പോലെ ഒന്നും കുടിച്ചിട്ടില്ല. നമുക്കേ അല്ല നമ്മളെ ഞാൻ മുരിങ്ങ നോക്കിയേ, എന്തൊരു ഭംഗിയായി നോക്കിയേ, കാവടി പോലെ വന്നിറങ്ങില്ലേ കണ്ടാ. വെട്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞാൽ അല പൊട്ടിച്ചു തുടങ്ങാം കേട്ടോ സരിതാ. നല്ല ഭംഗിയുള്ള അലകളല്ലേ, എന്ത് രസമായിട്ടുള്ള അലകളല്ലേ. ഇതുകൊണ്ട് നമുക്കേ മറ്റേ ഇതില്ലേ, ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയിൽ കൂടെ ഇപ്പോൾ നമുക്ക് പനീറില്ലേ, ഈ പാലക് പനീർ ഒക്കെ ഉണ്ടാക്കണ പോലെ നമുക്ക് മുരിങ്ങ പനീർ ഉണ്ടാക്കാം. മുരിങ്ങയില പനീർ എങ്ങനെയുണ്ട് നോക്കാം. എന്താ പരീക്ഷണം നമുക്ക് ചെയ്യാം. എന്താ മുരിങ്ങയില പനീർ ഉണ്ടാക്കാമല്ലോ നമുക്ക്. ഏറ്റവും ഉഗ്ര സാധനമാണ്. നമുക്ക് നോക്കിയോ, അപ്പോൾ പൊളിഞ്ഞാലും പൊളിഞ്ഞിലും ഞാൻ അത് ഉണ്ടാക്കും. ആ മുല്ല ഷബീർ പറഞ്ഞില്ലേ നമ്മളോട്, പരിപ്പും കൂർക്കൊണ്ട് ചേട്ടാ പറഞ്ഞ മുരിങ്ങയില പനീർ ഉണ്ടാക്കിയോ. ഞാൻ പരിപ്പ് മുരിങ്ങയില. ശരി, ഏതാ വിജയിക്കാൻ നോക്കാം. ഈ കൂർക്കൊണ്ട് പായസം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടായിരുന്നു. കൂർക്ക കാലം കഴിഞ്ഞ് മറന്നുപോയി നമ്മൾ. എന്റെ വീട്ടില് മുരിങ്ങയില ഉണ്ടായ സ്ഥിരം വെക്കണ കൂട്ടാനാണ് പരിപ്പും മുരിങ്ങയില. എല്ലാ വീട്ടിലും തൃശ്ശൂർക്കാർ വയ്ക്കുന്ന മെയിൻ സാധനം. അത് ഒന്ന് കുത്തി പൊടിക്കാറില്ല ഞങ്ങള്. നാളെ അരച്ച് കടുക് വറുക്ക ചെയ്യാം. എങ്ങനെയായിക്കോ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത് കൂട്ടാനിലേക്ക് ചോറ് വേണ്ട, അല്ല ചോറിലേക്ക് കൂട്ടാൻ വേണ്ട, മറ്റേ മാങ്ങയും വീഡിയോ ഇതാക്കണ കാര്യം എനിക്കറിയില്ല. ഞാൻ കാലത്തണ്ട് വേഗം കൂട്ടാൻ മണി കഴിച്ച് ചോറ് വെച്ച് ഞാൻ ദിവേലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ മാങ്ങയും ഈ വഴുതനയും ഇഷ്ടം പോലെ പൊട്ടിച്ചു പോകണമെന്നുണ്ടല്ലോ നമ്മൾ മിനിഞ്ഞാന്ന്. അപ്പോൾ അത് വെറുതെ നാശവും. കുറച്ച് സരിതര വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഞാൻ ഇന്നലെ വെച്ചത് വഴുതനങ്ങ കൂട്ടാൻ. വഴുതനങ്ങ ഉപ്പേരും വഴുതനങ്ങയും ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ ഇനിയും വെക്കി അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞു. അത് ധന്യക്ക് എന്തൊരു ഇഷ്ടായേ. ഞാൻ ചോറും കൊണ്ടാ പോവേ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഞാനും തന്നെ ഒരുമിച്ച് ചോറിന്. അപ്പൊ അവൾക്ക് നല്ല ഇഷ്ടായേ കൂട്ടാൻ. ഇനിയും ഉണ്ട് വഴുതനങ്ങ. അപ്പൊ വഴുതനങ്ങയും മാങ്ങയും കൂട്ടാൻ നമ്മുടെ സ്നേഹലത നായർ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി ഒരു റെസിപ്പി അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു റെസിപ്പി മുന്നേ ആരോ അയച്ചു തന്നിട്ടുള്ളതുണ്ട്. അപ്പൊ അത് ഏതാണെന്ന് നോക്കിട്ട് വെക്കാം. അങ്ങനെ കാലത്ത് കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞു, സരിത കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് വഴുതനയും മാങ്ങ അരിയാൻ പോകട്ടെ. ഈ വൈലറ്റ് വഴുതനയാണ് ഞാൻ എടുത്തേക്കണേ. മറ്റേത് ഒരു വിധം ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൂട്ടാൻ വെച്ചു. പിന്നെ ഇത്തിരി വലിയ പീസുകളാക്കിയിട്ട് അങ്ങനെ നോക്കണം. വഴുതനങ്ങ അരിഞ്ഞിട്ട് വെള്ളത്താട് തീ കത്തിക്കല്ലേ. കത്തിച്ചോ. കാലത്ത് നമ്മൾ കഞ്ഞിയില വെച്ചത്. ഇതിന് വലിയ അടുപ്പ് വേണ്ട, ചെറിയ കുട്ടികളെ അടുത്തോണ്ടത്. അപ്പോൾ നമുക്ക് ഈ ചെറിയ അടുപ്പിൽ വയ്ക്കാം. ഡിഗ്രിക്ക് മീതി ചൂടുന്നു തൃശ്ശൂരൊക്കെ. തൃശ്ശൂർ അങ്ങനെ 40 ഡിഗ്രി പാലക്കാടും തീ കത്തിട്ടാ. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങാം. ചട്ടി അടുപ്പത്ത് വയ്ക്കാട്ടാ. ഈ ചെറിയ ചട്ടിയായിരുന്നു, അല്ലെങ്കിൽ അതിൽ വയ്ക്കായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് ഈ കഷ്ണങ്ങളാക്കി വെച്ചേക്കണ വഴുതനങ്ങ. ഈ വഴുതനങ്ങ അത്ര കേടില്ല അല്ലേ? ഒരു കേട് പോലും ഇല്ല. പിന്നെ മൂത്തട്ടൂല. അങ്ങനെ മൂക്കാത്ത വഴുതനങ്ങ രസം. ഇളക്കാറായ ഇളക്കണം എന്നൊന്നുമില്ല. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പും. ഇളക്കിക്കോ. ഇതാണ് ആദ്യത്തെ പരിപാടി. അതന്നെ. മുന്നേ വേണമെങ്കിൽ വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയല്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും പരട്ടി വെക്കാം. അല്ലെങ്കിൽ എങ്ങനെ ആക്കിയാലും മതി. ചാർലിണ്ടാ വെയിലത്ത് കിടക്കാനാ വന്നേ. തളിക്കല്ല പ്രാന്തണ്ടാ. ഭയങ്കര സുഖം വെയിലത്ത് കിതക്കണോക്ക്. ഇമ്രാൻ വെയിലത്ത് കിടക്കാൻ വെള്ളം വേണോ നിനക്ക്? വെള്ളം അവിടെ ഞാൻ ഇഷ്ടം പോലെ ഡവറിലാക്കി വെച്ചിട്ടുണ്ട്. വെയിലത്ത് കിടക്കാൻ പറ്റിയവർക്ക് ഇഷ്ടമായിരിക്കും നായ്ക്കൾക്ക്. ചില സമയങ്ങളിൽ തണലത്തല്ല കിടന്നിട്ടല്ലേ തണലത്തുനിന്നല്ല ഇങ്ങോട്ട് വന്നത്. വെയിൽ കാണുമ്പോൾ ഒരു സുഖം. ഇപ്പൊ നല്ല ഭംഗിന്റെ വഴുതനങ്ങ കാണാൻ. ഒന്ന് വാടണം. ഒന്ന് വാടിയത് എടുത്ത് മാറ്റാം. ഇനി എടുത്ത് മാറ്റണം അല്ലേ? എടുത്ത് മാറ്റണം. അപ്പോൾ സ്പെഷ്യൽ കൂട്ടാനാണെന്ന് അർത്ഥം. ഇമ്രാൻ കണ്ട ചാർലിന്ന് വിളിച്ചപ്പോ പറന്നു വന്നവൻ. അപ്പൊ ആദ്യം ഓടി വന്ന നമുക്കൊരു വിലയില്ലേ. വിളിക്കാണ്ട് തന്നെ ഓടി വന്ന നമുക്ക് വിചാരിക്കണ്ടാവും.
ചാലക്ക് വെയിൽ അത്രയ്ക്ക് വിളിക്കാതെ തന്നെ മുതലാളിനെ കാണാൻ വേണ്ടി ഓടി വന്ന ഞാനിപ്പോ ആരായി. ഇവിടെ കിണ്ണം ഇതെടുക്കാൻ ഓരിയെടുക്കാൻ പോവാട്ടാ. ഇതിങ്ങനെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് കോരിയെടുക്കാൻ പറ്റില്ല, കയ്യിലോണ്ട് കയ്യിലെടുക്കാൻ എന്നാ ഇത് നന്നായി ഫ്രൈ ആക്കിയിട്ട് വെറുതെ തിന്നാൻ സരിത കണ്ട. കൂണ് പോലില്ലേ, കൂണ് ഫ്രൈ ആക്കിയ പോലില്ലേ ഏകദേശം. വഴുതനീര കഷ്ണം തിന്നാൻ വേണറാ ഇമ്രാനെ? കാലത്ത് ഇമ്രാൻ അവിടെ ഇതിൽ തരിയും കൂടി വെളിച്ചെണ്ണ ഒഴിക്കിട്ടാ. വെളിച്ചെണ്ണ ഒഴിക്കും. കുറച്ച് ഉലുവിടാ, കുറച്ച് കടുക് പൊട്ടട്ടാ. കടുകും ഉലുവയും പൊട്ടി. അപ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇടാ, വേപ്പില ഇടാ. എനിക്കൊരു വലിയൊരു സബോള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇളക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. കുറച്ച് ഉപ്പിടുന്നു. ഞാനിതിളക്കാം. ഇതിലിനി ഒരു അരപ്പ് ചേർക്കാനുണ്ട്. നാളികേരവും കുറച്ച് പെരിഞ്ചീരകവും കൂടി അരയ്ക്കണം. ഇത് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മീം അരയ്ക്കാം. അമ്മീരെ അവിടെ വെയില്ല, അതിന് നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ അത് മിക്സിയിൽ അരച്ചിട്ട് വരാം കേട്ടാ. ഈ പെരിഞ്ചീരകത്തിന്റെ മണം നല്ല ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടാ. പെരിഞ്ചീരകത്തിന്റെ കുത്ത് ഭയങ്കരമായി കഴിഞ്ഞ ജാതിയ. ഇത് ഇത്രയ്ക്ക് വാടിയ വന്നാൽ മതി. അപ്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവിന് ആവശ്യത്തിന്. ഇത് ഭയങ്കര എരിവായ കാരണം പേടിയാ തന്നെ. ഇനി മല്ലിപ്പൊടി ഇളക്കിക്കോ. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോ ഈ അരച്ചത് ചേർക്കാം. പൊടികൾ മൂത്തു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ചുമ. നല്ല കൂട്ടായി. നമ്മള് പാചകം പഠിക്കണ സമയത്ത് മുളക് ഒരുവിധം എല്ലാതും തൃശ്ശൂർക്കാരുടെ കുത്തിക്കാച്ചലാണല്ലോ. അപ്പൊ കുത്തിക്കാച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിയും മുളകും, ഈ ഉള്ളിയും കുത്തിപ്പൊടി മുളകും അത് മൂക്കണം. മൂക്കുമ്പോൾ വേണം നമ്മൾ എന്തിട്ടാണോ കുത്തി കാച്ചാൻ പോണ സാധനം ചെയ്യാൻ അതിൽ ഇടാൻ. ഇത് മൂത്തുന്ന് ഇങ്ങനെ അറിയാൻ ചോദിക്കും ഞാൻ അമ്മോട്. ചുമക്കണത് അപ്പം അമ്മ മിക്കവാറും ചുമക്കണത് കേൾക്കാം കൂട്ടാൻ കാച്ചണ സമയത്ത്. അപ്പം ഞാൻ അമ്മോട് ചുമക്കണതാണോ, അതിൻ്റെ ചുമ വരുമ്പോഴാണോ അത് മൂത്തു എന്നുള്ളത് അറിയാ. അപ്പം അമ്മ എന്ന് പറഞ്ഞു തരും. എന്തുട്ടിന്റെ ഇപ്പൊ ഇളക്കണ്ട ആവശ്യം? അല്ല, അത് ഇളക്കണ്ട ഒരു ആവശ്യമില്ല. അതിന് തിളച്ചോളും. തിളയ്ക്കുമ്പോ ഈ മാങ്ങിട്ട് കൊടുക്ക, ഇതിട്ട് കൊടുക്ക, പരിപാടി കഴിഞ്ഞു. ഇങ്ങനത്തെ കൂട്ടാൻ വെക്കണ ആരാന്നറിയോ? ഇവിടെ വെല്ലേച്ചി. വെല്ലേച്ചി. പക്ഷെ ഒരേ ഒരു മാറ്റമുള്ളൂ. വഴുതനങ്ങയ്ക്ക് പകരം തക്കാളി മാങ്ങയും ചേച്ചി കൂട്ടാൻ വയ്ക്കുക ഇങ്ങനെയാ. പെരിഞ്ചീരകവും നാളികേരം കൂടി അരച്ചിട്ട്. ചിലപ്പോൾ ചേച്ചി പെരിഞ്ചീരകവും നാളികേരം കൂടിയിട്ട് ഇങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് പിഴിയും, പാല് പിഴിഞ്ഞിട്ട് എടുക്കുക. അപ്പം പെരിഞ്ചീരകത്തിൻ്റെ ഒരു മണം ഉണ്ടാവും ചേച്ചിയുടെ കൂട്ടാൻ. അങ്ങനെ നമ്മളധികം കൂട്ടിയിട്ടില്ല എന്നാ വലിയേട്ടൻ്റെ അവിടെ നിന്നൊന്നും കൂട്ടാറില്ലേ. ഇവര് നടന്നിട്ടാ ചോറിനാറ് പണ്ട്. ഓരോ വീട്ടിലും കയറി അവിടുത്തെ കൂട്ടാടുത്തിട്ട് ഇങ്ങനെ വലിയേട്ടൻ്റെ വീട്ടിൽ കയറി അവിടെ നിന്ന് മെയിനായിട്ട് സജീവൻ അല്ലേ. എല്ലാവരും കഴിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമുക്കേ ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന്. വന്നിട്ടുള്ളത് മിസ്സിസ് സ്വർണ എസ് നായർ, ചേട്ടൻ്റെ ആരാധികയാണ്, ഡോട്ടർ ഓഫ് തങ്കപ്പൻ നായർ, തങ്കാലയം ഹൗസ്, പൊന്നമ്പത്ത് റോഡ്, കണ്ണൂർ 670001, കേരളം. ഫോൺ നമ്പർ 7012078583. ഈ പൊന്നമ്പത്ത് റോഡ് വരയ്ക്കുള്ളൂ തങ്കം പൊന്നും. അത് കഴിഞ്ഞിട്ടും കണ്ണൂരിന് വരെ പൊന്നൂരൊക്കെ ആക്കായിരുന്നു അല്ലേ, പൊന്നൂക്കരാന്നൊക്കെ ആക്കായിരുന്നു. പൊന്നൂക്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മേരെ വീട്ടും പേരല്ലേ, പുന്നക്കുഴി, പൊന്നൂക്കര. അപ്പൊ പൊന്നായില്ലേ തങ്കാലയം. പക്ഷെ ഇത് ഫ്രം അഡ്രസ് ഇങ്ങനെ ആയാലും ഇത് കണ്ടപ്പാനും ഞാൻ പറഞ്ഞത് നമ്മുടെ സുധർമ്മൻ ചേട്ടൻ അയച്ചിട്ടുള്ളതാണ് കേട്ടാ. ധർമ്മടത്തുള്ള സുധർമ്മൻ ചേട്ടനുണ്ട്. ആളാണ് ഇതുപോലത്തെ പ്രാന്തൻ പടികൾ ചെയ്യുക.
ഒരു ഭ്രാന്തമായ ആരാധനയാണ് നമ്മളോട്. അതായത് കേരള ചരിത്രത്തില്, കേരളത്തിലല്ല ഒരാൾക്കും പോലും ഇങ്ങനത്തെ ഒരു ഒരു ആരാധകൻ ഉണ്ടാവില്ല. ഒരു യൂട്യൂബർമാർക്കും ഇങ്ങനത്തെ ഒരു ആരാധകൻ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് പറയാം. ഇത് ആദ്യം തന്നെ ഇതിലൊരു ഇതുണ്ട് കേട്ടാ, ഒരു കാർഡിളക്കം. സരിത എന്ന വനിത അഥവാ ക്യൂൻ ഓഫ് താമരശ്ശേരി ഇങ്ങനെ ഇതിലൊന്നുമില്ല, ഇതിങ്ങനെ മാത്രം. പിന്നെ എടുത്ത് കാണിച്ചു കൊടുക്കുക. പിന്നെയാണ് ഫസ്റ്റത്തെ പേജ് മാത്രം വായിക്കാം. കാണിച്ചു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. ഇത് കുറേ ഇതൊരു അനൗൺസ്മെന്റ് ആണ് കേട്ടാ. ഇലക്ഷൻ ആണല്ലോ, അപ്പൊ ഇലക്ഷന്റെ മറ്റേ ഇത് പറഞ്ഞു പോയില്ലേ, അതുപോലെ പറയണം ശരിക്കും. ആ ഒരു റൂളിൽ പറയണം. ലോകത്തെ രക്ഷിക്കാൻ, ഭാരതത്തെ വീണ്ടെടുക്കാൻ, കേരളത്തെ നയിക്കാൻ മറ്റാരുണ്ട് സ്വർണ്ണമോളല്ലാതെ. നമ്മുടെ ചിഹ്നം ഒരു ജോഡി കമ്മല്. സ്വർണ്ണമോളെ വിജയിപ്പിക്കുക, സ്വപ്ന കേരളം യാഥാർത്ഥ്യമാക്കുക, സ്വതന്ത്ര ജീവിതം സ്വന്തമാക്കുക. അഭ്യർത്ഥന. പ്രിയപ്പെട്ടവരെ, ഏപ്രിൽ 9 നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഒട്ടുക്കുപതയുമേ ഇന്ന് ഇത് പറയാൻ പാടില്ലേ, നാളല്ലേ ഇലക്ഷൻ. ഇലക്ഷന്റെ 24 മണിക്കൂർ മുന്നേ പ്രചരണം നിർത്തിയേക്കണല്ലോ. അല്ല ഇത് തമാശയാട്ടാ, അല്ല വായിക്കാലോ, എന്തിട്ടൊരു സംഭവം നോക്കട്ടെ. ഏപ്രിൽ 9 നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഒട്ടുക്കുമുള്ള സകല മണ്ഡലങ്ങളിലും സർവ്വജന പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ പരസ്യ മോഡലും ഇന്ത്യയിലെ ഒരു പ്രമുഖ യൂട്യൂബ് വ്ളോഗറുടെ മുൻ കാമുകിയും മുൻ മിസ് യൂണിവേഴ്സും സർവോപരി അതിസുന്ദരിയും അതിസമ്പന്നയും സർവസമ്മത വനിതാരത്നവുമായ മിസ് സ്വർണ എസ് നായർ എന്ന എനിക്ക് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ജിമിക്കി കമ്മൽ അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ പെരുവാങ്കുളങ്ങരക്കാരടക്കം, കണ്ണംകുളങ്ങരക്കാരടക്കം, താമരശ്ശേരി തറവാടുകാരടക്കം, തൃശ്ശൂരും ഉല്ലൂരുമടക്കം സകല ഊരിലുള്ളതുമായ ഉദ്ബുദ്ധരായ വോട്ടർമാരോട് വിനീതമായി അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ് എന്ന് സ്വന്തം സ്വർണ എസ് നായർ. ചേട്ടൻ്റെ കാമുകിയാണ് അയച്ചേക്കണേ. എന്തൊന്നും പറയാത്തത്. ആയിക്കോട്ടെ, നല്ല കാര്യം. അതെ, അത് കഴിഞ്ഞിട്ട് പരസ്യം, രഹസ്യം, സമഹാസ്യം. പരസ്യം പ്ലസ് രഹസ്യം പ്ലസ് സമഹാസ്യം. ഒരു മിനിറ്റ് കേട്ടാ, ഇത് നമ്മുടെ തളച്ചു. അപ്പൊ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മൂവാണ്ടൻ മാങ്ങയാണ് ഇടണേ. ഇട്ടു. അതിൻ്റെ ഒപ്പം നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള വഴുതനങ്ങ കൂടി ചേർക്കുകയാണ്. ഇത്രയുള്ള പണി. ഇത് മാങ്ങ അതിപ്പോ ഒരൊറ്റ തിളക്കിയാവും, മൂവാണ്ടനായ കാരണേ പെട്ടെന്നാവും. പിന്നെ അത് എന്താ പറയാ, ഉടയും. ഒന്ന് ഉപ്പ് നോക്കണ്ടിട്ടാ. ആ കുറച്ച് ഉപ്പിടാം. വഴുതനങ്ങയിലൊക്കെ ഉപ്പുള്ള കാരണമുണ്ടേ, അത് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ പാകവും. തിളക്കട്ടെ. ഇനി കാച്ചലും കീച്ചലൊന്നും ഇല്ല കേട്ടാ, കഴിഞ്ഞു. ഇത് എന്തൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്യം പ്ലസ് രഹസ്യം ഈക്വൽസ്, അതൊക്കെ പറഞ്ഞതേ. പരസ്യം പ്ലസ് രഹസ്യം പ്ലസ് ഹാസ്യം ഈക്വൽസ് രസ തോന്നിയാസം. ആഘോഷിക്കൂ, നവയൗവനത്തിന്റെ പുതുവസന്തം നുകരൂ, നിത്യരോഗത്തിന്റെ നിറസൗരഭം അനുഭവിക്കൂ. ഉള്ളിലെ അനുഭവിക്കൂ അനശ്വര പ്രണയത്തിന്റെ അനുഭൂതികൾ. 100% നാച്ചുറൽ. സ്വർണ എസ് നായർ മിസ് യൂണിവേഴ്സ് ഇന്റർനാഷണൽ മോഡൽ. ഇതാണ് കേട്ട പെണ്ണ്. ചേട്ടന് കോരിത്തെരിപ്പ് വരുന്നു കണ്ടിട്ട്. ചേട്ടനെ കാമുകിയല്ലേ. യഥാർത്ഥ ഉള്ളിലേക്ക് സേവിക്കൂ, ആരോഗ്യത്തോട് ലോഹ്യം കൂടൂ. എൻ്റെ അമ്മേ, ഇനി ആരോഗ്യം ഉള്ളീന്ന് വരും, ഇനി സൗന്ദര്യം ഉള്ളീന്ന് വരും, ഇനി പ്രണയം ഉള്ളീന്ന് വരും. അതൊക്കെ ഉള്ളീന്നാണ്. ഉള്ളിലേക്ക് കഴിക്കണതൊക്കെ വരണമെങ്കിൽ മനസ്സിലായ, ഇതൊക്കെ ഉള്ളീന്നാണ് തരാ. യെസ് ഗൈസ്, ഇനി ഉള്ളിലും പുറത്ത് നിത്യാരോഗ്യവും നിറസൗന്ദര്യവും നിരന്തര പ്രണയവും ആർജിക്കുക. നിത്യ ഉള്ളിൽ കഴിക്കുക. അജൂസ് വേൾഡ് ഉള്ളിലേക്ക്. ഇനി തുള്ളാതെ മനവും തുള്ളും, ഇനി കൊള്ളാത്ത പെണ്ണും കൊള്ളും. ഇത് പൊള്ളയായ വാഗ്ദാനമല്ല, ഇത് തള്ളലായ വാഗ്ധോരണിയുമല്ല. ഞാൻ തന്നെ സാക്ഷി, ഞാൻ തന്നെ കക്ഷി. അങ്ങനെ ആള് ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട് കേട്ടാ. അരുതരുത് അജുവേട്ടാ, സരിത ഇത് അറിയരുത് അജുവേട്ടാ. അടുത്ത ഹെഡിങ്. എൻ്റെ അജുവേട്ടാ, സ്വർണ്ണമോളുടെ സ്വപ്ന നായകൻ അജുവേട്ടാ, ഒരു കാലത്ത് എൻ്റെ മാത്രം സ്വന്തമായിരുന്ന എൻ്റെ പ്രിയ അജുവേട്ടാ, വിളിയേക്ക്. എന്തോ ആദ്യമായി ഒരു പ്രധാന കാര്യം പറയട്ടെ അജുവേട്ടാ.
അല്ല എഴുതട്ടെ അജുവേട്ട. ഈ അജുവേട്ടൻ ഒരു 10,000 വട്ടുണ്ട്. അജുവേട്ടൻ ഒരിക്കലും ഈ കത്ത് അജുവേട്ടന്റെ ഭാര്യയെ കാണിക്കുകയോ അവരോടൊപ്പം ഇരുന്ന് ഈ കത്ത് പൊട്ടിക്കുകയോ വായിക്കുകയോ ചെയ്യരുത്. ചെയ്തിട്ടില്ല. ഇനി എവിടെ നിന്ന് അങ്ങോട്ട് കുറെ രഹസ്യങ്ങളായിരിക്കും. മേടിച്ചോണ്ടോയില്ലോ. നിന്നോട് വായിക്കാൻ പാടില്ല നീ. അപ്പൊ ഇതുവരെ ഞാൻ വായിച്ചില്ലേ? ഒന്ന് ഇളക്കട്ടെ, കരിഞ്ഞ മണം വരണ പോലെ. മൂടി വെക്കുന്നത് കൂട്ടാന്ന് മൂടി വെച്ചിട്ടുണ്ടാ. ഒന്ന് മൂടി വെച്ചിട്ട് ചെറുതീയില് ഒരു 5 മിനിറ്റ് ഇരുന്നാ മതി. ശരിയോ? ഈ അടുപ്പാകുമ്പോ പിന്നെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിറകൊന്ന് ഇത് വലിച്ചു വെച്ചാൽ മതി. നീ ആഹാ നല്ല കാറ്റ്. അപ്പോൾ ഫസ്റ്റ് കാമുകി പറഞ്ഞ കാര്യം തന്നെ ചേട്ടൻ തെറ്റിച്ചു. ഭാര്യയോടൊപ്പം ഇത് പൊട്ടിക്ക് വായിക്കുക ചേരുന്നു. കാരണം ലോകത്തിലെ ഒരു ഭാര്യയ്ക്കും തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ കാമുകിയുടെ പ്രണയലേഖനം സഹിക്കാനാവില്ല അജുവേട്ട. അതുകൊണ്ടാണ്. അതിനാൽ അജുവേട്ടൻ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് കത്ത് കൈപ്പറ്റിയ ശേഷം വീട്ടിൽ വന്ന് അത് ഒളിപ്പിച്ച് വെക്കണം. പിന്നീട് അങ്ങയുടെ ഭാര്യ കുറുക്കഞ്ചേരിയിലേക്കോ മറ്റോ പോയി പകൽ സമയത്തോ അവർ കൂർക്കം വലിച്ചുറങ്ങുന്ന അർദ്ധരാത്രി സമയത്തോ അതുമല്ല അവർ അനിലേട്ടൻ്റെ വീട്ടിൽ പോയി കൂർക്കയും പോർക്കും മൂക്കുമുട്ട തിന്നിട്ട് പിന്നെ അത് ദഹിപ്പിക്കാനായി കുറേ നെല്ലിക്കാസവം അടിച്ച് കിറുങ്ങി നല്ല ഫോമിലായി നാണി ചേച്ചിയോട്, അതായത് ഇപ്പോഴും നാണം മാറാത്ത അനിലേട്ടൻ്റെ പത്നി, കത്തി അടിച്ചിരിക്കുന്ന ഉച്ച സമയത്തോ മാത്രമേ അജുവേട്ടൻ ഈ കത്ത് വായിക്കാൻ പാടുകയുള്ളൂ കേട്ടോ. അഥവാ ഇനി അവർ കൂർക്കഞ്ചേരിയിലേക്ക് പോവാനോ കൂർക്കം വലിച്ചുറങ്ങാനോ കൂർക്കയും പോർക്കും തിന്നാനോ പോകാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അജുവേട്ടൻ ഒരു കാര്യം ചെയ്യണം. പിറ്റേന്ന് കാലത്ത് തന്നെ അജുവേട്ടൻ ഈ കാര്യം ചെയ്യണം. ജഗ്ഗുമോനെ സ്കൂളിലേക്ക് അയച്ച ശേഷം അജുവേട്ടൻ 500-ന്റെ 100 നോട്ടുകൾ എടുത്ത് ഭാര്യയുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് പറയുക, എടി സരിതേ, എൻ്റെ സുന്ദരി ഭാര്യയെ, ഈയിടെയായിട്ട് നിന്റെ സൗന്ദര്യത്തിന് പൊടിക്ക് മങ്ങലേറ്റിട്ടുണ്ടോയെന്നൊരു സംശയം. അതിനാൽ നീ വേഗം തന്നെ നേഹാസിൽ പോയി ഫേഷ്യലിങ്ങും ത്രെഡിങ്ങും ഹെയർ സ്റ്റൈലിങ്ങും പിന്നെ പെഡിക്യൂർ അടക്കം ഹോൾ ബോഡി മസാജിങ്ങും സ്റ്റീം ബാത്തിങ്ങും അരോമ തെറാപ്പിയോ പിന്നെ മൊഞ്ചു കൂട്ടുന്ന വേറെ എന്തെങ്കിലും കുന്ത്രാണ്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് നീ ഒന്നുകൂടെ ചെത്ത് സുന്ദരി ചുള്ളത്തിയായിട്ട് വന്നേ. പൈസ ബാക്കി ഉണ്ടെങ്കിൽ വരും വഴി സീമാസിൽ കയറി നിനക്ക് ഇഷ്ടമുള്ള 2-3 ഡ്രസ്സും കൂടി എടുത്തോ. പിന്നെ പൈസ തികയില്ലെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇട്ട് തരാം. പിന്നെ തിരക്കൊന്നുമില്ല, ആയ പോലെ വന്നാൽ മതി. മാക്സിമം സുന്ദരിയായിട്ട് മാത്രം നീ ഇനി താമരശ്ശേരി പടിപ്പുര കടന്ന് അകത്ത് കയറിയാൽ മതി എന്ന് പറയണം. ഇല്ല അജുവേട്ടാ, അത് പറഞ്ഞാൽ പിന്നെ അങ്ങയുടെ ഭാര്യ അജൂസ് വേൾഡ് സരിതയല്ല, സിനിമാ നടൻ മുകേഷിൻ്റെ പഴയ ഭാര്യ സരിതയല്ല, ബോട്ടിക്ക് കച്ചവടം നടത്തുന്ന ജയസൂര്യയുടെ ഭാര്യ സരിതയല്ല, സൂര്യനെ കച്ചവടം ചെയ്യാൻ ശ്രമിച്ച നമ്മുടെ പഴയ സോളാർ സരിതയല്ല. ഇനി ലോകത്തുള്ള ഏത് സരിതയായാലും ഏത് പെണ്ണായാലും പിന്നെ ഒരു നിമിഷം വൈകുമോ അജുവേട്ടാ? പറയാൻ അജുവേട്ടാ പറയ്. ഈ സൗന്ദര്യം കൂടെ നമ്മൾ 50,000 കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയല്ല പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? 500-ന്റെ എടുത്ത് ഭാര്യക്ക് കൊടുത്ത് സുന്ദരിയായിട്ട് വായാലും ഇഷ്ടമുള്ളൊക്കെ വാങ്ങിച്ചിട്ട് വാന്ന് പറഞ്ഞ് വിട്ടാൽ പോവാണ്ടിരിക്കുമോന്ന്. നീ പോവോ? ഞാൻ പോവും. പിന്നെ എന്തായാലും ഉറപ്പെടുത്ത് തരില്ലാന്ന് അല്ലേ ചേട്ടാ? സീമാസിനോടും നേഹാസിനോടും സ്നേഹം കാരണം ഓടിപ്പോവില്ലേ അജുവേട്ടൻ്റെ ഭാര്യ സരിതയും? അങ്ങനെ മനസ്സിൽ ലഡു പൊട്ടി അജുവേട്ടൻ്റെ ഭാര്യ നേഹാസിലേക്ക് പോയെന്ന് ഉറപ്പ് വന്ന ശേഷം അജുവേട്ടനും മനസ്സിലൊരു ലഡു പൊട്ടിക്കുക. എന്നിട്ട് ഭാര്യ ഇനി നേഹാസിൽ നിന്നിറങ്ങാൻ നേരെ അന്ത്യയാകുമെന്ന ഉത്തമ വിശ്വാസത്തോടെ അജുവേട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക. എന്നിട്ട് എൻ്റെ പ്രിയ അജുവേട്ടൻ വീടിനകത്തേക്ക് ഓടിച്ചെന്ന് ഒളിപ്പിച്ചു വെച്ച എൻ്റെ ഈ കത്തെടുത്ത് തുരുതുരെ ഉമ്മ വയ്ക്കുക. കത്തിനെ കയ്യിലെടുത്ത് ഓമനിച്ച് ആനന്ദ നൃത്തമാടുക. പിന്നെ ആ നൃത്തത്തിന് കൊഴുപ്പേകാൻ വീട്ടിൽ മുന്തിരി വീഞ്ഞ് ഉണ്ടെങ്കിൽ ഒരു 4-5 തുടം മുന്തിരി വീഞ്ഞ് അജുവേട്ടൻ മടമടാന്ന് കഴിക്കുക. ബ്രാൻഡി അത് ഇറക്കി വെച്ചോ. മതി 5 മിനിറ്റ് ആയി ഉണ്ടാവില്ലേ? തുണി കൂട്ടി പിടിക്കണ തുണി കാണാല്ലേ?
അയ്യോ കൂട്ടാനിറക്കി. ഒന്ന് നോക്കി നോക്കിയേ, ഉപ്പൊക്കെ നോക്കി നോക്കിയേ ചേട്ടാ. നല്ല മണമുണ്ട് കേട്ടോ ഈ കൂട്ടാൻ, നല്ലേ മണമുണ്ട്. പെരുജീരകത്തിൻ്റെ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. പുളി ഇറങ്ങിയോ നോക്കിയേ. പുളി ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവ് ഇത്തിരി കൂടുതലാണ്. ആണോ? ശ്ശേ, ആ മുളക് പൊടി എന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതിയായിരുന്നു ഫസ്റ്റ് ഇട്ടത്. ഒരു പച്ചമുളക് 4 പച്ചമുളക് ഇട്ടിട്ടില്ലേ? അടിപൊളി കൂട്ടാൻ കേട്ടോ. ചോറ് ഇത്തിരി കഴിഞ്ഞിട്ട് സരിത ഒരു സ്വല്പം കൂടി വായിച്ചോട്ടെ. എൻ്റെ ഒരു സ്വല്പം കണ്ടമാനം എഴുതി കൂടിയിട്ടുണ്ട്. കണ്ടമാനം ചോറ് കൂട്ടി കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അപ്പോൾ മുന്തിരി വീഞ്ഞ് കഴിക്കണം. മുന്തിരി വീഞ്ഞ് ഉണ്ടെങ്കിൽ 4-5 തുടം മുന്തിരി വീഞ്ഞ് ചേട്ടൻ മടമടാന്ന് കഴിക്കുക. ബ്രാൻഡി ആണെങ്കിൽ 1 ഗ്ലാസ്, ബിയർ ആണെങ്കിൽ 2 കുപ്പി, വോഡ്ക ആണെങ്കിൽ 4 പെഗ്. ഓക്കെ? അതും കഴിച്ച് എൻ്റെ കത്തുമെടുത്ത് പണ്ട് സോളമൻ്റെ പ്രണയ സ്വപ്നങ്ങൾക്ക് കാൽപ്പനിക ഭംഗി പകർന്നതും ഇപ്പോൾ എൻ്റെ അജൂസിൻ്റെ ഹൗസിന് കാൽപ്പനിക ഭംഗി പകരുന്നതുമായ ആ സുന്ദര ഫെൻസിങ്ങിൻ്റെ ഓരത്തെ ഊഞ്ഞാലിലിരിക്കണം, പയ്യാടണം. എന്നിട്ട് എൻ്റെ സുന്ദര മുഖവും സുന്ദര രൂപവും മനസ്സിലേക്ക് ആവാഹിക്കണം. എന്നിട്ട് ലഹരിയിലാവണം. ആ ലഹരിയിൽ സ്വർണ്ണമുഖിലേ സ്വർണ്ണമോളെ സ്വപ്നം കാണാറുണ്ടോ നീ എന്നെ സ്വപ്നം കാണാറുണ്ടോ എന്ന് പാടണം. അപ്പോൾ ലഹരി അതിലഹരിയിലേക്ക് പ്രവേശിക്കും. ആ വേളയിൽ അജുവേട്ടൻ്റെ സ്വന്തം സ്വർണ്ണമോളുടെ കത്ത് തുറക്കണം, വായിക്കാൻ തുടങ്ങണം. അയ്യോ ഞാൻ എന്തൊരു പൊട്ടിയാ, ഈ കത്ത് പൊട്ടിക്കാതെ ഇതൊക്കെ അജുവേട്ടന് വായിക്കാനാവുമോ? അയ്യോ ഇതൊക്കെ അജുവേട്ടൻ്റെ ഭാര്യ വായിച്ചിരിക്കുമോ? അയ്യേ ഞാൻ എന്തൊരു മണ്ടിപ്പെണ്ണാ. അതുകൊണ്ട് തന്നെ അല്ലേ എനിക്ക് അജുവേട്ടനെ സ്വന്തമാക്കാനാവാതെ പോയതും മറ്റൊരു മിടുക്കി പെണ്ണ് അജുവേട്ടനെ സ്വന്തമാക്കി കൊണ്ടുപോയതും. അങ്ങനെയാട്ടാ, കുറേ ഉണ്ട് ഇതിനിങ്ങനെ. ഇതൊക്കെ ഭയങ്കര രസമാണ് വായിക്കാൻ. നിങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കിത് വായിക്കാൻ തരുന്നതായിരിക്കും. ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ വായിക്കാം, ഓരോ ടോണിൽ വായിക്കാമല്ലോ. ഇങ്ങനെ വേണമെങ്കിൽ സരിത വായിക്കുമ്പോൾ പ്രതിലിപി എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ കഥകൾ വായിക്കില്ലേ? അതുപോലെ അല്ല, നമ്മള് ഒരു കഥ കേട്ടിരിക്കില്ലേ? ഞാൻ ഇതിപ്പോ ഫസ്റ്റ് ആണ് വായിക്കണേ. ഒരു വട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഇത് എവിടെ എങ്ങനെയൊക്കെ വോയിസ് മോഡുലേഷൻ കൊടുത്ത് വായിക്കണം എന്നുള്ളത്. ഇതിപ്പോ ഞാൻ ആ വായിച്ചു പോണേന്റെ ഒരു ഇതിൽ വായിച്ചതാട്ടാ. ഓരോ പേജുകൾ അമ്പുകള് ശരിക്കും വല്ല കാമുകി എഴുതിയതാണോ? എന്റെ അജുവേട്ടാ മറ്റേ ഷീല പറയണ പോലെ എന്റെ കൊച്ചു മുതലാളി എന്ന് പറയില്ലേ, എന്റെ പ്രിയ തോഴ, അതിങ്ങനെയൊക്കെ എന്നെ തൊട്ടുണർത്തിയ കാമുക, എന്നെ തൊട്ടു അറിഞ്ഞ സുന്ദര. ഇങ്ങനെ കുടുംബം കലക്കാൻ വേണ്ടി അയച്ചതാണോ? ഞാൻ അതെന്തായാലും ഇത് മുഴുവൻ ഇത് വായിക്കട്ടെ. അങ്ങനെ ചെമ്മീനില് എന്റെ കൊച്ചു മുതലാളി എന്ന് പറയുന്നൊന്നുമില്ലേ? അത് ഈ മിമിക്രിക്കാരാക്കിയതല്ലേ? അത്രയ്ക്ക് അതുള്ളതൊന്നുമില്ലേ? 19 പേജ് കഴിഞ്ഞിട്ടാ. കനകമണി തൂവൽ പൊഴിയും സ്വപ്നമഴ, കനമുള്ളൊരു ഭാവന തെളിയും സ്വർണ്ണമഴ, നിത്യാനുരാഗമീ മഴ, തീരാനുരാഗമീ മഴ. പറ്റിച്ചേ ചേട്ടനെ സരിതേച്ചിനെ പറ്റിച്ചേന്ന്. ഈ പ്രണയലേഖനത്തിന്റെ ആദ്യ ഭാഗം വായിച്ചതിന് ശേഷം ശ്രീമതി സരിത അജിത്ത് സ്വന്തം ഭർത്താവ് ശ്രീമാൻ അജിത് കുമാർ താമരശ്ശേരിയോട് നടത്തിയ പോരിന്റെ പ്രസക്ത ഭാഗങ്ങൾ. ഇത് വായിച്ചതിന് ശേഷം പറ ഏതവളാണ് ഈ സ്വർണ്ണ? ഏതവളാണ് ഈ എരണം കെട്ട കണ്ണൂരുകാരി? അവളും ചേട്ടനും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടോ? ഒരു സ്വർണ്ണ, അവളുടെ ഒരു പൂ എന്നിട്ടാണ് പൂക്കുപ്പായവും പൂത്തൊപ്പിയും പൂക്കുടയും എന്നിട്ടാണാവോ. പിന്നെ നരുന്തനെ പോലുള്ള അവളുടെ ഒരു കോലം, പിന്നെ കുറെ മറ്റേ നക്ഷത്രം അത് ഇതൊക്കെ കേട്ടാ, കുത്തും കോമിയൊക്കെ തെറി. പഴുതാരനെ പോലെ ഉള്ള അവിടെ ഒരു ഹെയർ സ്റ്റൈലും. അയ്യേ അവള് മിസ് യൂണിവേഴ്സ് അല്ല, ഊരുമ്പെട്ടോള്, അങ്ങനെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങള് ചീത്തവിളി. എനിക്ക് പറയാനൊന്നുമില്ല. അപ്പൊ അജിത് കുമാർ
നീ ഒരു പൊടിക്ക് അടങ്ങ് എൻ്റെ സരിതേ, നീ അല്പം കൂളാക് എൻ്റെ പ്രിയപ്പെട്ടവളെ. നമുക്ക് ഈ കത്തൊന്ന് പൂർണ്ണമായി വായിക്കാം, എന്നിട്ട് പോര് സരിത. നമുക്കല്ല, ഞാൻ വായിക്കും. ഒന്നും സെൻസർ ചെയ്യാതെ ഞാൻ തന്നെ പൂർണ്ണമായി വായിക്കും. നമ്മൾ വഴക്ക് കൂടുന്ന വിചാരിച്ചിട്ട് ഇമ്രാൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു, ഇങ്ങോട്ട് ഇരിക്കണ്ടായിരുന്നേ. അതെ, പോയില്ലോ അത് വീണ്ടും കിടന്നെ വന്നു. ഏയ് അവിടെ കിടന്ന കേക്കില്ല ശരിക്കും, ഇവിടെ വന്ന് അടുത്ത് അവിടെ കേക്കണ്ട ഇമ്രാനെ. ശരി, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കൊറേ എഴുതി കൂട്ടിട്ടുണ്ട്. 25 പേജ് ഉണ്ട് കേട്ടാ. അതൊക്കെ ആള് മറ്റേ എന്നിട്ട് പറയാ അതിനെ പ്രാസം വെച്ചിട്ടൊക്കെയാണ് എഴുതുക. പണ്ട് കവികളും ഇവരൊക്കെ പോലെയാണ് എഴുതാറുണ്ട്, തോന്നിയ പോലെ എഴുതി കൂട്ടല്ല. ഭയങ്കര കഴിവുള്ള മനുഷ്യനാണ് കേട്ടാ. എത്ര മാസങ്ങൾ എടുത്തിണ്ടാവും ഇതൊക്കെ എഴുതാനായിട്ട്? ഇങ്ങനെയൊക്കെ വേറൊരു ബുക്കും കൂടി ഉണ്ട്. മനസ്സിലൊരു പ്ലാൻ വേണ്ടേ ഇത് എഴുതുമ്പോ അല്ലേ? ഇത് ദിവേനെ കുറിച്ചിട്ടാ കംപ്ലീറ്റ്, ഇവരെ ഷോപ്പിനെ കുറിച്ചിട്ട്. ദിവ അഥവാ സരിതം ധന്യം. ദിവാകരൻ ഈ പകലോൻ സാക്ഷിയായി പറഞ്ഞാൽ ദിവാസ്വപ്നമല്ല ദിവ, പകൽക്കിനാവുമല്ല ദിവ. പകരം വയ്ക്കാൻ അപാരതകളില്ലാത്ത 2 പെൺതാരങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം ദിവ. പെണ്ണഴകിന് മോടികൂട്ടാൻ ഒരാടക്കട ദിവ. പെൺദേഹ മോഹങ്ങൾക്ക് ആത്മസായുജ്യം ദിവ. ദേവസന്നിധി സമീപ ഭൂവിലെ ദിവയിലേക്കെത്തട്ടെ ദിവ്യമാം 1000. അയ്യോ, ഇത് ഞാൻ എന്തായാലേ അവിടത്തെ വീഡിയോകൾ എടുക്കില്ലേ, അവിടെ മറ്റേ എന്താ പറയാ റീൽസ് ഓരോ ഡ്രസ് ഇട്ടിട്ട്, അപ്പൊ അതിലേക്ക് എടുക്കാം ഇതിലത്തെ ഓരോ വാചകങ്ങൾ. ദിവാസ്വപ്നമല്ല ദിവ, പെണ്ണഴകിന്റെ സ്വപ്ന സാക്ഷാത്കാരം. എന്തായാലും തൽക്കാലത്തേക്ക് ഇതാ എൻഡ് കൊടുത്തിട്ടുണ്ട്, തൽക്കാലത്തേക്ക് മാത്രം, പിന്നെയും വരും. ലാസ്റ്റ് വായിക്കട്ടെ, കൺക്ലൂഷൻ. ദ എൻഡ് എന്ന് കൊടുത്തേക്കാട്ടാ. ദ എൻഡ് എന്ന് നമ്മൾ തിയേറ്ററിൽ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ക്രീനിൽ വന്ന പോലെ ദ എൻഡ് തൽക്കാലത്തേക്ക് ഇട്ടാ. പക്ഷേ പരസ്യകലയും രഹസ്യകലയും രസഹാസ്യകലയും ഇഷ്ടമേറെയുള്ളവരോടുള്ള ഹൃദയസ്നേഹ കലകളടക്കമുള്ള ഇജ്ജാതി കിറുക്കെഴുത്ത് സാഹിത്യങ്ങൾ സഹിച്ചു വായിച്ചാലും ശരി, വായിച്ച് സഹിച്ചാലും ശരി, രസിച്ച് വായിച്ചാലും ശരി, വായിച്ച് രസിച്ചാലും ശരി, ചിരിച്ചു രസിച്ചാലും ശരി, ചിന്തിച്ചു രസിച്ചാലും ശരി, എന്തു കുന്തായാലും ശരി, കണ്ണൂരിൽ നിന്നുള്ള കലാപവാസനകൾ കൈപ്പറ്റേണ്ട ഒല്ലൂരിലുള്ളവർ നോ എന്ന് പറയും വരെ സുധർമ്മൻ ധർമ്മടത്തിന്റെ അധർമ്മമല്ലാത്ത തോന്നിയാസങ്ങൾക്ക് നോ എൻഡ്. എന്തായാലും ഇതുപോലൊരു ആരാധകൻ ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് സംശയം പറയാലോ. അത് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയും. ഇതൊക്കെ ആള് എഴുതുന്നതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു. ഇപ്പൊ എത്രയോ ഒരു 10-15 എണ്ണം വന്നിട്ടുണ്ടാവും മൊത്തം, ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾ. എല്ലാം കഥകളുണ്ട്, പിന്നെ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല സ്കിറ്റുകളുണ്ട്, ഒക്കെ ഉണ്ട്. ഇത് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങും സബോളയും മുട്ടയും. ഇത് കല്ലുമക്കായ കൂട്ടാൻ പോയിട്ടില്ല. അപ്പൊ ഇത് ഇതില് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മുങ്ങിപ്പോവാ. 51 പവന്റെ ഇടയില് അന്നത് മുങ്ങിപ്പോണ്ട, ഇത് കഴിച്ചേട്ടെ, ഇതിടന്നോട്ടെ, ഇതിലേക്ക് നോക്കണ്ട. അത് വെച്ചോ ഞാൻ വഴുതനങ്ങ മാങ്ങാക്കറി. ഇത് എത്ര ചോറ് ചോറധിക അല്ല, ലോഡ് ചോറാണ് കഴിച്ചാൽ മതി, ബാക്കി ഞാൻ കഴിച്ചോളാം. ചൂട് 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 ചൂട്. ഈ കൂട്ടാൻ ഒറ്റടിക്കനെ പറയട്ടെ, നല്ല രസമുണ്ട് കൂട്ടാൻ, മോശം കൂട്ടാനല്ല, നല്ല മണം. അതന്നെ. ഇത് പെരുംജീരകം അരയ്ക്കുമ്പോൾ എങ്ങനെയാവുമെന്ന് ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ വലിയ ചീരക കൂട്ടാൻ കഴിച്ചിട്ടുള്ള കാരണം എനിക്ക് അറിയാം. മാങ്ങയുള്ള കാരണം അതിനൊരു പ്രത്യേക ഇതുണ്ടാവും. മാങ്ങ വഴുതനങ്ങയാണെങ്കിൽ ഇഷ്ടം പോലെ ഇത് എങ്ങനെ കൂട്ടാൻ വെച്ച് തീർക്കണ്ടേന്ന്. ഇനി ആ സ്നേഹലത പച്ചമുളകാണ് കടിച്ചത്. സ്നേഹലത നായർ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി അയച്ചു തന്നിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ട്. വഴുതനങ്ങ മാങ്ങ അവിയലാണത്. എരിവ് ഇത്തിരി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം അടിപൊളിയായിട്ട് കഴിക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? അടിപൊളി കൂട്ടാനത്. മുട്ടക്കറിയൊന്നും വേണ്ട, വേണ്ടേ? മതി. അപ്പൊ നിർത്താല്ലേ? നീ നമ്മുടെ വഴുതനങ്ങ അടിപൊളിയാ. ആ അതെ, പിന്നെ അത്രയും മൂപ്പില് വഴുതനങ്ങ, അല്ലെങ്കിൽ അതിൻ്റെ തൊലി ഇങ്ങനെ ഒരു മുറുക്കുണ്ടാവില്ല, അതൊന്നും ഇല്ല. കഴിച്ചാ ചൂടുണ്ടാവട്ടെ ചെറുതായിട്ട്. എരിവുണ്ട്. നമ്മളെ 3-4 ദിവസം മുമ്പ് ഞാൻ
ഇവരെ കടലിലേക്ക് ഒരു വീഡിയോ ഇട്ടല്ലോ. വീഡിയോ ഇട്ടതിന് ശേഷം കടൽ ഭയങ്കര തിരക്കായി. നമ്മുടെ കൂടുതൽ ആളുകൾ അറിഞ്ഞ് ഇല്ലേ, അപ്പം നല്ല തിരക്കുണ്ട് ആ ഉച്ച തൊട്ട്. അപ്പം ഞാൻ വേറെ വേഗം പോവാം. ഉച്ച വരെ അങ്ങനെ അല്ല, ഉച്ചയ്ക്ക് ശേഷം കൊണ്ട് ആളുകൾ ഉച്ചയിൽ തൂണൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇറങ്ങും. പിന്നെ വൈകുന്നേരം വരയ്ക്കും നല്ല ആൾക്കാരാണ്, കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ്. ഇനി എന്തെങ്കിലും ഒന്നും അറിയില്ല കേട്ടാ. പിന്നെ വിഷുവൊക്കെ എടുക്കാറായില്ലേ? ഞാൻ ചോറ് ഉണ്ണുമ്പോഴത്തേക്കും പോട്ടെ, ഞാൻ ചോറ് കൊണ്ടുപോകും. അപ്പം എനിക്ക് കൂട്ടാൻ കൊടുക്കാമല്ലോ. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് കൂട്ടാൻ വെച്ചോടാ, ഞാൻ ഗ്യാരണ്ടി. സൂപ്പർ കൂട്ടാനുണ്ട്. ആരെയും എന്തായാലും എരിവത്തിരി കുറച്ച് കഴിഞ്ഞാൽ അടിപൊളി. ഞാൻ കഴിക്കുന്നു. നമ്മൾ ഇത്തിരി മുളക് കൂടി ഇട്ടിട്ടുള്ളൂ. ആ മുളകിനും ഭയങ്കര എരിവായ കാരനാ. നിർത്താല്ലേ. അപ്പോൾ നിർത്താട്ടാ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം.